നമസ്കാരം. നളിനൻ ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്നത്തെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം, നമ്മൾക്കിന്ന് തരുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്ന് ചോദിക്കാം. യൂണിവേഴ്സ് നമ്മൾക്കിന്ന് തരുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഈ കാർഡ് റീഡ് ചെയ്യുന്നത്. ആദ്യം വന്നിരിക്കുന്ന ഒരു ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ദെൻ എംപറർ വന്നിട്ടുണ്ട്, മജീഷ്യൻ വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് കപ്സ്, ഹെർമൻ, ഫോർ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ്. ഈ കാർഡുകളാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫുൾ കാർഡാണ്. ഫുൾ കാർഡ് എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കം ആണ് കാണിക്കുന്നത്. ചിലർക്ക് ഇത് ഒരു പുതിയ പാതയിൽ നീങ്ങുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഒന്നിനെയും മൈൻഡ് ചെയ്യാതെ പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ യാത്ര തുടങ്ങുന്നു എന്നാണ് കാണിക്കുന്നത്. ചിലർക്കിത് സ്പിരിച്വൽ ജേണിയാണ്, സ്പിരിച്വൽ ജേണിയുടെ തുടക്കമാവാം. പുതിയ ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇത്രയും നാൾ പോയ വഴിയിൽ കൂടി പോയാൽ പോരാ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം, എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നാലേ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരു പുതിയൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ചിലതൊരു സ്വന്തം ലൈഫ് പർപ്പസ് എന്താണ് തേടിപ്പോകുന്ന എനർജിയാണ്. അതായത് ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ലൈഫ് ഈ ജന്മം എടുത്തിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്യാനുള്ള എന്നുള്ള ഒരു അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ തേടി പോകുന്നൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് എംപറർ എന്ന് പറഞ്ഞ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ജേണിയിൽ നിങ്ങൾക്ക് ഒരു വഴികാട്ടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഇൻസ്പിറേഷൻ ആയിട്ട് ഒരു പുതിയ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കാം. ചിലപ്പോൾ ഈ ജേണിയിൽ ചില ആളുകൾക്ക് ഒരു ഗുരുസ്ഥാനീയരായ ആളുകളിൽ നിന്നും ഒരു ഉപദേശം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഗുരു എന്ന് പറയുന്നത് നമുക്ക് എന്തൊരു ചെറിയ അറിവ് പകർന്നു തരുന്ന ആളുകളാണെങ്കിലും അത് നമുക്ക് ഗുരുസ്ഥാനത്താണെന്ന് പറയാം. ചില ആളുകൾ കണ്ടുമുട്ടിയിട്ട് നമുക്ക് ചില ഇൻസ്പിറേഷൻ ഉണ്ടാവും. ചില ആളുകളോട് സംസാരിക്കുമ്പോഴോ അവരോട് ഇടപഴകുമ്പോഴോ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാം. അങ്ങനെ തോന്നിയാലും അവരെ നമ്മുടെ ഗുരുസ്ഥാനത്താണുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് കാര്യവും നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം ആണെങ്കിലും അതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് മജീഷ്യനാണ്. ഇങ്ങനെ നമുക്ക് ഇന്നത്തെ ഈ ജേണിയിൽ ഒരു മാജിക്കൽ പവർ ഉണ്ടാകും എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കാനും ഉള്ള വഴി യൂണിവേഴ്സ് നമുക്ക് തുറന്നു തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും യൂണിവേഴ്സിന് താങ്ക്ഫുൾ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ യൂണിവേഴ്സിന് താങ്ക്ഫുൾ ആകുമ്പോൾ എപ്പോഴും അഡ്വാൻസ് താങ്ക്സ് പറയണം എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം നടന്ന് കഴിഞ്ഞതിന് ശേഷമല്ല നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയേണ്ടത്. നമ്മൾ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ചെയ്യുക. നമുക്കിത് കാര്യങ്ങൾ നടന്ന് കിട്ടണമെന്ന്
നടന്ന് കിട്ടിയതായിട്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ താങ്ക്സ് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. എന്നാലാണ് നമുക്കതൊരു മാജിക്കൽ പവറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ യൂണിവേഴ്സ് സ്പീഡായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ നടത്തി തരും. ഇതാണ് പറയുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ഒരു സഹാനുഭൂതി കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ഹീലിംഗ് പർപ്പസിലാണ് നിങ്ങൾ. ഹീലിംഗ് പർപ്പസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് നമ്മളോട് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ നമ്മളെന്തെങ്കിലും എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത ആളുകൾക്ക് നമ്മൾ ഫൊർഗീവ്നെസ് കൊടുക്കുന്നുണ്ട്, മാപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ നമ്മളാണ് ആക്ച്വലി എന്താകുന്നത്, ഹീൽ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അടുത്ത് നമ്മളിങ്ങനെ അത് പറഞ്ഞ് കൊടുക്കുമ്പോൾ, ക്ഷമിച്ച് കൊടുക്കുമ്പോൾ നമ്മളാണ് കൂടുതൽ പോസിറ്റീവ് ആവുന്നതും അത് നമുക്കാണ് കൂടുതൽ എന്ത് വരുന്നത്, പോസിറ്റീവ്നെസ്സും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഇന്ന് നമ്മളെ അടുത്ത് എന്തിനും മോശമായിട്ട് പെരുമാറി എന്ത് ചെയ്താലും അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത്. 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് ഈ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിൽ നിന്നോ അടുത്ത് ഇടപഴകുന്ന ആളുകളിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എനർജി ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ചില ആളുകൾക്ക് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയിരിക്കാം. മറ്റു ചില ആളുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ചില ആളുകൾ ഈ കാരണം ഇന്നത്തെ ദിവസം ആ കാരണം പറഞ്ഞ് നെഗറ്റീവായിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് മൂവ് ഓൺ ചെയ്യാണ്. നാളത്തെ ദിവസം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ദിവസത്തെ എനർജി കളയേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ഇന്നത്തെ ദിവസത്തെ എനർജി കളയേണ്ടെന്നാണ് പറയുന്നത്. 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 4 ഓഫ് പെൻറ്റക്കിൾസും 6 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മണി ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പണം അധികം ചിലവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ധാരാളം പണം ചിലവാകും, എക്സ്പെൻസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പൈസ മാക്സിമം ചിലവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ നന്നായിട്ട് മണി ഫ്ലോ ഉണ്ടാവുമെന്ന് പറയുന്നത്. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മണി ബാലൻസിങ് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്കത് വരവും ചിലവും ഒന്നുപോലെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ചില ആളുകൾക്കത് ഓവർ ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഈ ഇടുന്ന റീഡിങ്സ് ചില ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നോട് പല ആളുകളും മെസ്സേജ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് എന്താണെന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം. കാരണം ഇതൊരു നമ്മുടെ ഇവിടുത്തെ ജ്യോതിഷം പോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സ്പിരിച്വൽ ടൂൾ വെച്ചിട്ട് പറയുന്ന ഒരു പ്രഡിക്ഷൻ ആൻഡ് ഗൈഡൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.